ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം തളർത്തുമ്പോൾ സ്വന്തം മനസ്സിനോട് പറയേണ്ട ചില അഫർമേഷനുകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്കുണ്ടായ നഷ്ടത്തെ മനസ്സാ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക. ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഈ വരികൾ മനസ്സിന് കരുത്തുപകരും. എന്നോടൊപ്പം പറഞ്ഞു തുടങ്ങൂ. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു.
നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും.
എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല, മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല, മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു.
ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു.
കഴിഞ്ഞുപോയ കാര്യങ്ങളെയോർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എൻ്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെയോർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു.
ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു.
ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ
എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല.
മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എൻ്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എൻ്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്.
ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും.
എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല, മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല, മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല.
വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്.
അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ വിഷമം സ്വാഭാവികമാണ്. ഞാൻ കരയുന്നത് എന്റെ ബലഹീനത കൊണ്ടല്ല. മനസ്സിലെ ഭാരം പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ വഴിയാണിത്. ഓരോ തുള്ളി കണ്ണീരിലൂടെയും എന്റെ ഉള്ളിലെ ഭാരം കുറഞ്ഞുവരുന്നു. അതുകൊണ്ടുതന്നെ വിഷമങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കരയാനും സ്വയം സുഖപ്പെടാനും ഞാൻ എനിക്ക് സമയം നൽകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. ഈ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഈ വിയോഗവും ജീവിതത്തിന്റെ മാറ്റങ്ങളും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത ആ സത്യത്തെ അംഗീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പെട്ടെന്ന് എല്ലാം ശരിയാകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പതിയെ എല്ലാം ശരിയാകാനുള്ള സമയം ഞാൻ എനിക്കും എന്റെ മനസ്സിനും അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിട്ടുപോയവരോടുള്ള സ്നേഹമല്ല. ഞാൻ സന്തോഷമായിരിക്കാനാണ് അവർ എന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹത്തോടെ പരിപാലിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഞാൻ ശ്രദ്ധിക്കും. എന്റെ മനസ്സും ശരീരവും പതുക്കെ സുഖപ്പെടും. എനിക്ക് ചുറ്റും ഇപ്പോഴും എന്നെ ജീവനായി സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അവരുടെ കൂടെ ജീവിക്കാനും ആ സ്നേഹം സ്വീകരിക്കാനും ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നു. നാളെയെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നില്ല. വലിയ പ്രതിസന്ധികളെ മുൻപും മറികടന്നിട്ടുള്ള കരുത്ത് എന്റെ ഉള്ളിലുണ്ട്. ഈ നിമിഷങ്ങളും കടന്നുപോകും. എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്റെ ജീവിത ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് പുതിയൊരു നാളെയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിനി ധൈര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ മറ്റാരേക്കാളും എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഈ അഫർമേഷനുകൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു.